രാവിലെ മുതൽ തിരുമേനി ശ്രദ്ധിക്കണു. കണ്ണൻ ഇന്ന് വളരെ കുറച്ച് നേദ്യമാണ് കഴിച്ചത്. എന്താണാവോ, സ്വാദ് കുറഞ്ഞിട്ടാണോ? തിരുമേനിക്ക് നല്ല വിഷമം. ഉണ്ണിവയറ് വിശക്കില്ലേ? അല്പം സങ്കടത്തോടെ ചോദിച്ചു. എന്താ ഉണ്ണി, വയ്യേ? നേദ്യം ഒന്നും മുഴുവനായിട്ട് കഴിച്ചില്ലല്ലോ. കണ്ണനൊരു പുഞ്ചിരി. എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? അച്ഛൻ തിരുമേനിയുടെ കവളത്ത് പിടിച്ചുകൊണ്ട് കണ്ണൻ കൊഞ്ചി പറഞ്ഞു. ഓ എൻ്റെ പൊന്നച്ഛൻ തിരുമേനി, നിക്ക് വാവ് ഒന്നുമില്ല. അതുണ്ടല്ലോ, ഞാനും എൻ്റെ കൂട്ടുകാരും ഇന്ന് ശയന പ്രദക്ഷിണം വയ്ക്കാമെന്ന് തീർച്ചയാക്കിയിട്ടുണ്ട്, സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് മുമ്പ്. എന്തിനാ കൃഷ്ണ ഇങ്ങനത്തെ കളിയൊക്കെ? നല്ല രസമല്ലേ? പിന്നെ ഈ കുഞ്ഞു മേനി നിലത്തുരുണ്ടാൽ ഒരു രസവും ഉണ്ടാവില്ല. അച്ഛൻ തിരുമേനിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. കണ്ണനോ, അതൊക്കെ കളിയാ. ഈ കണ്ട ജനങ്ങൾ ദൂരെ ദൂരേന്ന് വന്ന് ശയന പ്രദക്ഷിണം നടക്കുമ്പോൾ അവർക്ക് വേദനിക്കില്ലേ തിരുമേനി? നല്ല രസമല്ലേ നിലത്ത് കിടന്നുരുളാൻ? അതാണ് ഞാനിന്ന് വയറ് നിറയെ ഒന്നും കഴിക്കാഞ്ഞ്. അച്ഛൻ തിരുമേനിയുടെ നേദ്യമൊക്കെ കഴിച്ചു ഉണ്ണിയുടെ വയറ് നിറയും. പിന്നെ ഉരുളാൻ പോയി കഴിഞ്ഞാൽ അപ്പോട്ടിനും നന്ദൂട്ടിനും ഒക്കെ എന്നെ ഉരുണ്ട് തോൽപ്പിക്കും. ഞാൻ അവരേലും വേഗത്തിൽ മിടുക്കനായിട്ട് ഒന്ന് ഉരുണ്ടോട്ടെ. കണ്ണൻ ജയിക്കണ കാണണല്ലേ അച്ഛൻ തിരുമേനിക്കിഷ്ടം. ഒന്ന് സമ്മതിക്കുമോ ഉണ്ണി ഉരുളാൻ? ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കാൻ കണ്ണൻ്റെ മുമ്പിൽ ശയനപ്രദക്ഷിണം വഴിപാടായി നടത്തുമ്പോൾ, ഭൂലോകനാഥ, അങ്ങയ്ക്ക് അവർക്കൊപ്പം ഈ മണ്ണിൽ ഉരുണ്ട് കളിക്കാൻ അച്ഛൻ തിരുമേനിയുടെ അനുവാദം വേണോ? കുഞ്ഞു കൃഷ്ണൻ ആ മധുരമായ അപേക്ഷ, ഭക്തർക്കൊപ്പം ഞാനും ഉരുണ്ടോട്ടെ. ഭൂമിദേവി പോലും ആശിച്ചുപോയി ഉണ്ണിക്കണ്ണനെ മാറോട് ചേർക്കാൻ. ദീപങ്ങളുടെയും ഭക്തരുടെയും നടുവിൽ കൃഷ്ണൻ ഉരുണ്ടു കളിച്ചു, ചിരിച്ചു, രസിച്ചു. ഭക്തനും ദൈവവും ഒന്നാകുന്ന നിമിഷം. കൃഷ്ണ, ഗുരുവായൂരപ്പ.